എല്ലാവർക്കും ടെക്നോ ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് എങ്ങനെ വളരെ മനോഹരമായിട്ട് മൊബൈലിൽ തന്നെ യൂട്യൂബ് തംബ്നെയിൽ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ്. അതിനായി പിക്സൽ ലാബ് എന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. പിക്സൽ ലാബ് എന്ന ആപ്ലിക്കേഷൻ തുറന്നു വരുമ്പോൾ ഇങ്ങനെയൊരു വിൻഡോ ആണ് കിട്ടുക. അതിനുശേഷം അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എഫക്ട്സ് വേണമെങ്കിൽ അങ്ങനെ എഫക്ട്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണിത്. അതിനായിട്ട് ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഗാലറിയിലേക്ക് ഓപ്പൺ ആവുകയും ഗാലറിയിൽ നിന്ന് നിങ്ങൾ ഏത് ഫോട്ടോ ആണോ അതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് എടുത്തിടാവുന്നതുമാണ്. എടുത്തിട്ടതിന് ശേഷം അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കുകയോ വലുതാക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ അത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഷേപ്പ് വേണം, ഷേപ്പ്സ് ആഡ് ചെയ്യാം. അതിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെയിമായ ഷേപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് ചേഞ്ച് വരുത്താവുന്ന ഓപ്ഷനും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ഈ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഹൗ ടു റിമൂവ് ആഡ്സ് എന്ന ഒരു തംബ്നെയിലാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ മുൻപിലത്തെ വീഡിയോയിൽ ഈ തംബ്നെയിലാണ് വെച്ചേക്കുന്നത്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണോ ടോപ്പിക്ക് കൊടുക്കാനുള്ളത് ആ ടോപ്പിക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ആ വീഡിയോയുടെ കണ്ടൻറ്റ് ഇതായതിനാൽ ഞാൻ ഇതാണിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഫോണ്ട് കാണാനൊരു ഭംഗി കുറവുണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ആ ഫോണ്ട് മാറ്റുവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഫോണ്ട് മാറ്റുവാനായി അതിൽ തന്നെ ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലുള്ള കുറേ ഫോണ്ട്സ് വരുന്നതായിരിക്കും. ആ ഫോണ്ട്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് അവിടെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ആ ഫ്രം എന്നുള്ളത് കളയുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലൊരു ഫോണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച്, ഇതിന് വേണമെങ്കിൽ ഒരു സ്ട്രോക്ക് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ അതിൻ്റെ അടിയിലൊരു ബാക്ക്ഗ്രൗണ്ട് പോലെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം അതിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താൻ പറ്റും. താഴേക്ക് വേണമെങ്കിൽ താഴേക്ക് അതിൻ്റെ ലെങ്ത്ത് കൂട്ടാം. അതുപോലെ രണ്ട് സൈഡുകളിലേക്കും കൂട്ടാൻ പറ്റും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഈ രൂപത്തിലാണ് കിട്ടുക. അതിൻ്റെ കളർ കോമ്പിനേഷൻ മെയിനായിട്ട് നമുക്ക് ഒരു വീഡിയോ കാണുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് തംബ്നെയിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിന് നല്ല റീച്ചസ് കിട്ടുകയും അതിലേക്ക് ഒരുപാട് ആളുകൾ ആകർഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. ഒരുപാട് കളർ ഓപ്ഷൻസ് ഇതിൽ തന്നെ ഉണ്ട്. ഫോണ്ടിൻ്റെ കളർ മാറ്റുവാനായി താഴെയുള്ള കളർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മാറ്റാവുന്നതാണ്. അതുപോലെ ഇതിന് സ്ട്രോക്ക് കൊടുക്കാൻ പറ്റും. സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഫോണ്ടിനെ ഔട്ട്ലൈൻ പോലെ ഒരു വര വീഴുന്നതായിരിക്കും. ആ വരക്ക് കട്ടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാനുള്ള ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. അപ്പോൾ ഏതൊരു ഫോണ്ടിനും സ്ട്രോക്ക് കൊടുത്തു കഴിയുമ്പോൾ ആ ഫോണ്ട് നല്ല അട്രാക്റ്റീവായിട്ട് മാറുന്നതായിരിക്കും. അങ്ങനെ സ്ട്രോക്കൊക്കെ കൊടുത്തതിന് ശേഷം ഒരു ടെക്സ്റ്റ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ ടെക്സ്റ്റ് അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഫ്രം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫ്രമും അതുപോലെ ഫോണിൻ്റെ പേരും കൂടി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രമാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഫ്രം കൊടുത്തതിന് ശേഷം റെഡ്മി എന്നുള്ള ഇത് ക്യാപ് ലോക്കിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അടിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രം റെഡ്മി എന്ന് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിൽ ഇതിൻ്റെ ഫോണ്ട് ഞാൻ മാറ്റുകയാണ് ചെയ്യുന്നത്. ഫോണ്ട് ഒരുപാട് ഫോൺസ് ഉണ്ട്. എല്ലാ ഫോൺസും നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ ഫോണ്ട് എന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം അതിനും നേരത്തെ കൊടുത്ത പോലെ താഴെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ നല്ലൊരു കളർ കോമ്പിനേഷനിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കൊടുത്ത് നോക്കുക. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ നെയിംസൊക്കെ കൊടുത്തിട്ട് നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച പോലെ ഇതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ കോമ്പിനേഷൻ മാറ്റുക. ഇപ്പോൾ ഉള്ള ഒരു കളർ കോമ്പിനേഷൻ അത്ര അട്രാക്റ്റീവ് അല്ല, ആരും കണ്ടാൽ അത്ര അട്രാക്റ്റീവായി തോന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആണെന്ന് തോന്നുന്ന ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ അടിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരുപാട് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യുവാൻ പറ്റും. ഇപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഒരു തംബ്നെയിൽ നിർമ്മിക്കുവാൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ പറ്റും എന്നതിനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്പെടും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇതിനും നേരത്തെ കൊടുത്ത പോലുള്ള ഒരു സ്ട്രോക്ക് കൊടുക്കുകയാണ്. സ്ട്രോക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് നല്ല എഫക്ട്സിൽ തന്നെ കിട്ടുന്നതായിരിക്കും, വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും. അതിനുശേഷം ഒന്നുകൂടി ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഈ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് മലയാളത്തിലാണ്. അതിനായി ഞാൻ ഗൂഗിളിൻ്റെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അങ്ങനെ മലയാളത്തിൽ എഴുതുക. നിങ്ങളുടെ ഫോണിൽ വേറെ മലയാളം ടൈപ്പിംഗ് ഉണ്ടെങ്കിൽ അതായാലും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ എന്താണോ കണ്ടൻറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ കണ്ടൻറ്റ് മലയാളത്തിൽ എഴുതി കൊടുക്കുക. മലയാളത്തിൽ എഴുതി കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. കണ്ടൻറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം വലിച്ചു വാരി എഴുതാതെ എന്താണോ വളരെ ലളിതമായിട്ട് പറയാൻ പറ്റുമോ അത് മാത്രം എഴുതുക. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്, ഫോണുകളിലെ പരസ്യം എങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ ഇതിന് ഫോണ്ടിൻ്റെ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഇവിടെയും ചെയ്യാവുന്നതാണ്. ഫോണ്ടിന് കുറച്ചൊരു കട്ടി കൂട്ടുവാനായി താഴെയുള്ള ബോൾഡിൽ ക്ലിക്ക് ചെയ്താൽ ഫോൺ അതിൻ്റെ കട്ടി കൂടുന്നതായിരിക്കും. അതിനുശേഷം ഫോണ്ടിൻ്റെ ഓപ്ഷൻ മാറ്റുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിലേക്ക് നേരത്തെ കൊടുത്ത പോലുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം, അതുപോലെ സ്ട്രോക്ക് കൊടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ചെയ്ത പോലെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നേരത്തെ കൊടുത്ത കളർ അല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നീലയാണ് കൊടുത്തേക്കുന്നത്, അത് മാറ്റി മഞ്ഞയാക്കിയിട്ടുണ്ട്. ഏതാണോ കൂടുതൽ അട്രാക്റ്റീവ് അത് കൊടുക്കാവുന്നതാണ്. കൊടുക്കുമ്പോൾ കുറച്ച് ഒരു പ്രൊഫഷണൽ ടച്ച് തോന്നിക്കുന്ന വിധത്തിൽ തന്നെ ചെയ്തെടുക്കുവാൻ ശ്രദ്ധിക്കുക. അധികം വലിച്ചു വാരി കളേഴ്സ് ഇടാതെ നല്ലൊരു കളർ കോമ്പിനേഷനിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ അത് കാണുന്ന പ്രേക്ഷകർക്കൊരു അട്രാക്റ്റീവ് തോന്നുകയുള്ളൂ. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇതിനും നേരത്തെ കൊടുത്തുള്ള സ്ട്രോക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക. സ്ട്രോക്ക് കൊടുക്കുമ്പോൾ അതിന് ചേരുന്ന നല്ലൊരു കളർ തന്നെ കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളയാണ് കൊടുത്തേക്കുന്നത്. ചുവപ്പും വെള്ളയും നല്ല കളർ കോമ്പിനേഷൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ വെച്ചാൽ അത് ഭംഗിയുണ്ടാവില്ല. അതിൻ്റെ വെക്കേണ്ട സ്ഥലത്ത് തന്നെ അത് വെക്കണം, എന്നാൽ മാത്രമേ അത് നന്നായിട്ട് തോന്നുകയുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് ബോറിങ് തോന്നുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മാറ്റിയെടുക്കുക. ഏതാണോ കൂടുതൽ അട്രാക്റ്റീവ് അതിലേക്ക് തന്നെ ആക്കി എത്തുക. ഇപ്പോൾ ഇത് ഒരു ഭംഗി തോന്നുന്നില്ല. ഭംഗി തോന്നാത്തതിനാൽ പല വിധത്തിൽ വെച്ച് നോക്കി, എന്നാലൊന്നും വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ ബ്ലാക്ക് സ്ട്രോക്ക് വന്നത് കൊണ്ടാകാം അത് ഒരു രസമില്ലാത്തതായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ സ്ട്രോക്ക് ഒന്ന് മാറ്റി നോക്കിയാൽ ചിലപ്പോൾ വേറൊരു രീതിയിലേക്ക് അത് മാറുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഭയങ്കര ബോറിങ്ങാണ് ഫീൽ ചെയ്യുന്നത്.
അപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കുവാനായിട്ട് നേരത്തെ ചെയ്ത പോലെ കളർ കോമ്പിനേഷൻ ഒന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. കളറ് വൈറ്റ് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇതാണ് കളർ കോമ്പിനേഷൻ, വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് തംബ്നെയിൽ നിർമ്മിക്കുമ്പോൾ. ഇപ്പോൾ കറുപ്പ് വെച്ചപ്പോഴും വൈറ്റ് വെച്ചപ്പോഴുമുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് അത് കിട്ടിയേക്കുന്നത്. ഇനിയും ഒന്നും കൂടി ഒന്ന് കളർ മാറ്റി നോക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് വേറെ കളർ പരീക്ഷിച്ച് നോക്കുകയാണ്. ഏത് കളർ പരീക്ഷിക്കുമ്പോഴും വളരെ ബോറായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായ കളറിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ആദ്യമുണ്ടായിരുന്ന ആ നീല തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. നീല വെച്ചതിന് ശേഷം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇതിൻ്റെ ഫോണ്ട് കറക്റ്റ് ഒരു അറേഞ്ച്മെൻറ്റ് കൊടുക്കുവാനായി അതിൻ്റെ താഴെ അലൈൻമെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് നിങ്ങൾക്ക് അലൈൻമെൻറ്റ് ചെയ്ത് റെഡിയാക്കാവുന്നതാണ്. 3 തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട്. സെൻട്രൽ വരുന്ന വിധത്തിലും സൈഡുകളിൽ വരുന്ന വിധത്തിലുമാണ് ഇത് ചെയ്യാവുന്നത്. അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഈ രൂപത്തിലാണ് കിട്ടുക. ഇനിയും ഇതിലേക്ക് ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ടെക്സ്റ്റുകളൊന്നും കൊടുക്കുന്നില്ല. ഇനി ഇത് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്കിത് സേവ് ചെയ്തെടുക്കാൻ പറ്റും. HD ക്വാളിറ്റിയിൽ തന്നെ ഇത് സേവ് ചെയ്തെടുക്കുക. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം ആണ് ഇത് സേവ് എന്നുള്ള പ്രോസസ്സിലേക്ക് പോകുന്നത്. അതിനായിട്ട് സൈഡിൽ ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കിട്ടും. അതിൽ എക്സ്പോർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ അൾട്ര എന്നുള്ള ഓപ്ഷനാണ് ഏറ്റവും ക്വാളിറ്റി കൂടിയ സേവിൻ്റെ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്കത് നല്ല ക്വാളിറ്റിയിൽ തന്നെ സേവ് ചെയ്തെടുക്കാൻ സാധിക്കും.